എടാ നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് കിട്ടിയില്ലേ? ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ടെമ്പറേച്ചർ ആണെങ്കിൽ ഒരു പെർട്ടിക്കുലർ നമ്പർ ആ യൂണിറ്റിന് മുമ്പായിട്ട് കൊടുക്കൂ അല്ലേ? അപ്പോൾ നമ്മൾ ഒരു പെർട്ടിക്കുലർ ക്വാണ്ടിറ്റി എക്സ്പ്രസ് ചെയ്യുക ഒരു നമ്പർ യൂസ് ചെയ്തിട്ടാണ്. അങ്ങനെ നമ്മൾ നമ്പേഴ്സ് യൂസ് ചെയ്തെടുത്ത് എക്സ്പ്രസ് ചെയ്യുന്നതിനാണ് നമ്മൾ സയൻറ്റിഫിക് നൊട്ടേഷൻ എന്ന് പറയും. സോ notation in which any number can be represented in the form of n into 10 raised to n. Clear? അപ്പോൾ ഞാൻ ഇവിടെ ഒരു നമ്പർ എടുത്തു. ഇത് വായിച്ചു നോക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഇവിടെ ശ്രദ്ധിച്ചു. അപ്പോൾ ഇവിടെ 1000 എന്ന് പറഞ്ഞൊരു നമ്പർ 1000 എന്ന് പറഞ്ഞ നമ്പർ എടുത്തു. ആ നമ്പർ എന്ന് പറയുന്നത് ശരിക്കും എങ്ങനെയാണ് നിൽക്കുന്നത്? 1000.00. എത്ര സീറോ വേണമെങ്കിലും നമുക്ക് അങ്ങോട്ട് ഇടാം. റെഡി? അപ്പോൾ ഇത് വേണമെങ്കിൽ എനിക്ക് എങ്ങനെ ഇതാണെന്നറിയോ? 1000.00 into 10 raised to 0 എന്ന് എഴുതാൻ പറ്റും. റെഡി? ഏതൊരു നമ്പറിൻ്റെയും റേസ് ടു 0 വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം 1 എന്നാണ്. 10 raised to 0 1 ആണ്. 2 raised to 0 1 ആണ്. 3 raised to 0 1 ആണ്. അപ്പോൾ ഏത് നമ്പർ ആണെങ്കിലും റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഇങ്ങനെ എഴുതിയാൽ അതിനർത്ഥം എന്ത് തന്നെയാണ്? എനിക്ക് ഈ പറയുന്നതിനെ ഇങ്ങനെ തന്നെ പറയാം, 1000.00 എന്ന് പറയാൻ പറ്റും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു നമ്പർ റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഡെസിമൽ പോയിന്റ്, ഏത് ഡെസിമൽ പോയിന്റ്? ഈ ഒരു ഡെസിമൽ പോയിന്റ് നിങ്ങൾ കാണുന്നില്ലേ? ഈ ഡെസിമൽ പോയിന്റിന് എനിക്ക് ഒന്നെങ്കിൽ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഡെസിമൽ പോയിന്റ് എനിക്ക് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. റെഡി? അങ്ങനെ ഞാൻ ഡെസിമൽ പോയിന്റ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ജസ്റ്റ് ശ്രദ്ധിക്കുക, ആ ഒരു ഡെസിമൽ പോയിന്റ് എന്ന് പറയുന്നത് ഞാൻ റൈറ്റിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യിക്കുന്നത് എങ്കിൽ ആ ഒരു ഡെസിമൽ പോയിന്റ് എന്തെങ്ങനെ ഡെസിമൽ പോയിന്റ് ഇനി ശരിക്കും ശ്രദ്ധിച്ചു. ഡെസിമൽ പോയിന്റ് റൈറ്റിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത് എങ്കിൽ എന്നിൻ്റെ വാല്യൂ കുറയും. റെഡി? ഇനി അതേ സമയത്ത് ഈ ഡെസിമൽ പോയിന്റിലെ അയാൾ ലെഫ്റ്റിക്കാണ് പോണത് എന്നുണ്ടെങ്കിൽ എന്നിൻ്റെ വാല്യൂ കൂടും. അപ്പോൾ ഈ ഡെസിമൽ പോയിന്റ് റൈറ്റിക്ക് പോകാന്ന് പറഞ്ഞാൽ എന്നിൻ്റെ വാല്യൂ കുറയും. 0 -1 ആവും. പിന്നെ ഒന്നുകൂടി ചാടിയാൽ -2 ആവും. അങ്ങനെയാണ് പോവുക. ഇനി അത് ലെഫ്റ്റിക്കാണ് ചാടുന്നതെന്നുണ്ടെങ്കിൽ 0 1 ആവും. പിന്നെ ഒന്നുകൂടി ചാടിയാൽ 2 ആവും. അപ്പോൾ ശ്രദ്ധിച്ചോ? അപ്പോൾ ഇങ്ങനെ നമ്മൾ റൈറ്റിക്കും ലെഫ്റ്റിക്കും ചാടിക്കുന്നതിനനുസരിച്ചിട്ട് 10ന്റെ പവർ മാറും, അഥവാ എന്നിൻ്റെ വാല്യൂ മാറും. അപ്പോൾ ആദ്യത്തെ കേസിൽ നമ്മൾ എടുത്തുള്ളത് 1000.00 ആണ്. ഇതിൽ നിന്നും ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ഡെസിമൽ പോയിന്റ് റൈറ്റിലേക്ക് ചാടിക്കുന്നു. അങ്ങനെ റൈറ്റിലേക്ക് ചാടിച്ചു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് കിട്ടുന്ന നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000.0 എന്നാണ്. അപ്പോൾ ഇവിടെ റൈറ്റിക്ക് ചാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ 10 raised to 0 എന്ന് എഴുതാം. സോ ഈ നമ്പർ എനിക്ക് എഴുതാൻ പറ്റും 10 raised to -1 എന്നാണ്. റെഡി? 1000.0 into 10 raised to -1. ഇനി ഈ ഡെസിമൽ പോയിന്റ് ഞാൻ ഇവിടുന്ന് എന്ത് ചെയ്തു? ഇവിടെ നിന്നും ഒന്നും കൂടെ അങ്ങോട്ട് ചാടിച്ചു. അപ്പോൾ എന്താ കിട്ടുക? 1000 നിൽക്കൂല, 2 0 കൂടെ കഴിഞ്ഞിട്ടാണ് ഡെസിമൽ പോയിന്റ് ഉണ്ടാവുക. അപ്പോൾ ഇൻറ്റു 10 raised to -2 എന്ന് എഴുതും. ഡൗട്ട് ഉണ്ടോ? ഇങ്ങനെയാണ് ഇത്. ഇനി അതേ സമയത്ത് ലെഫ്റ്റിക്കാണ് ചാടുന്നതെന്നുണ്ടെങ്കിലോ നോക്കിക്കോ, ലെഫ്റ്റിക്ക് ചാടുന്ന കേസ് നോക്കിക്കോ. എൻ്റെ കയ്യിലുള്ള നമ്പർ ഏതാ? 1000.00 എന്ന് പറയുന്നതാ. അപ്പോൾ അതിനെ വേണമെങ്കിൽ എനിക്ക് എന്താ എഴുതാം? ഇൻറ്റു 10 raised to 0 എന്ന് എഴുതാം. ഈ പോയിന്റ് ഒന്ന് ലെഫ്റ്റിക്ക് ചാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 100ൽ നിൽക്കും. പോയിന്റ് ഇവിടെയാ വരിക. പിന്നെ 3 0 അപ്പുറത്തില്ലേ? ഇൻറ്റു 10 raised to 1. കാരണം എന്താ? എന്നിൻ്റെ വാല്യൂ കൂടും. അപ്പോൾ ഇൻറ്റു 10 raised to 1 എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേ 1000 കിട്ടുള്ളൂ. ഇനി ഇതേ സമയത്ത് ഇത് ഇവിടുന്ന് ഒന്നും കൂടെ അങ്ങോട്ട് ചാടിയെന്ന് വിചാരിച്ചോ. അപ്പോൾ അത് ഏതിലാണ് നിൽക്കുക? 10ൽ നിൽക്കും. 10.0000 ഇങ്ങനെ ഉണ്ടാവും. ഇൻറ്റു 10 raised to 2 എന്ന് എഴുതാൻ പറ്റും. റെഡി? അപ്പോൾ ചാടിക്കുന്ന അങ്ങോട്ട് ചാടിക്കാം, ഇങ്ങോട്ടും ചാടിക്കാം, റൈറ്റിക്കും ചാടിക്കാം, ലെഫ്റ്റിക്കും ചാടിക്കാം. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിനെയാണ് നമ്മൾ സയൻറ്റിഫിക് നൊട്ടേഷൻ എന്ന് പറയുന്നത്. റെഡി? ആ സയൻറ്റിഫിക് നൊട്ടേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു നമ്പേഴ്സ്, അതിൽ കുറച്ച് എക്സാമ്പിൾസ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പർ എന്ന് പറയുന്നത് 232.508. ഈ നമ്പർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി 232.508 ഇൻറ്റു 10 raised to 0 എന്ന് പറയുന്നതാണ്. ഇത് ഞാൻ എഴുതിയത് 2.3 എന്ന് പറയുന്ന ഫോമിലാണ്. അങ്ങനെ ആണെങ്കിൽ ഇവിടുന്ന് 1 ലെഫ്റ്റിക്ക് ചാടി, 2 ലെഫ്റ്റിക്ക് ചാടി.
അപ്പോൾ ലെഫ്റ്റിലേക്ക് 2 പ്രാവശ്യം വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 0 എന്ന് പറയുന്നത് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും, ചേഞ്ചസ് ടു 2. അപ്പോഴേക്ക് എന്ത് എഴുതാൻ പറ്റും? 2.3250 into 10⁻². എന്ന് എഴുതാൻ പറ്റും. ഇനി അതേ സമയത്ത് 0.00016 എന്ന് പറഞ്ഞ നമ്പർ, ഇതിനെ ഞാൻ എന്ത് ചെയ്യണു? 1.6 എന്ന് പറഞ്ഞ് എഴുതുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നും പോയിന്റ് ചാടി 1, 2, 3, 4, ഇത് റൈറ്റിക്കാണ് ചാടിയത്. അപ്പോൾ റൈറ്റിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ എന്നിൻ്റെ വാല്യൂ കുറയും, 10⁻⁻4 എന്ന് എഴുതി. ഇപ്പം എൻ്റെ കയ്യിലുള്ള നമ്പർ 12564 എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, ഈ നമ്പർ എനിക്ക് ഇങ്ങനെ എഴുതണം, ഈ നമ്പർ എനിക്ക് ഇങ്ങനെ എഴുതണം എന്നുണ്ടെങ്കിൽ ആക്ച്വലി ഈ നമ്പർ നിൽക്കുന്നത് എങ്ങനെയാണ്? ആക്ച്വലി ഈ നമ്പർ നിൽക്കുന്നത് 12564.0 എന്നല്ലേ? അപ്പോൾ ഈ ഒരു ഡെസിമൽ പോയിന്റ് ഇവിടെ നിന്നും 1, 2, 3, 4 4 പോയിന്റ് ഇങ്ങോട്ട് ചാടി. അപ്പോൾ എന്ത് ചെയ്യണം? ഇൻറ്റു 10⁻⁴ എന്ന് എഴുതണം. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുക? സയന്റിഫിക് നൊട്ടേഷനിൽ ചേഞ്ചസുകൾ വരുത്തുക, നമ്പർ എഴുതുക. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാം? ഇത് സപ്പോസ് നിങ്ങൾ എഴുതണം 2.3 into 10⁻², ഞാൻ എഴുതുന്നു x എന്നാണ് ഞാൻ എഴുതുന്നത്, അത് നിങ്ങൾ കണ്ടെടുക്കണം കേട്ടോ, എന്നിൻ്റെ വാല്യൂ. ദെൻ അതേപോലെ തന്നെ ഇതെങ്ങനെ എഴുതും? 6 into 10⁻x നിങ്ങൾ കണ്ടുപിടിക്കണം. ഇനി ഇതെങ്ങനെ എഴുതാൻ പറ്റും? 0.01 into 10⁻² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പോയിന്റ് റൈറ്റിക്ക് ചാടിക്കുക. അപ്പോൾ എന്തെന്ന് വരും? ഇത് 1.0 എന്നാണ് വരിക അല്ലേ? ഇനി ഇതിനെ ഞാൻ ഇങ്ങനെ എഴുതുന്നു 602.2 into 10⁻x. ഈ എക്സും നിങ്ങൾ കണ്ടുപിടിക്കണം. റെഡി? അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് നമ്മൾ സയന്റിഫിക് നൊട്ടേഷൻ പറയുക. റൈറ്റിക്ക് ചാടുന്നു, ലെഫ്റ്റിക്ക് ചാടുന്നത്. അപ്പോൾ ഈ നമ്പേഴ്സ് നമുക്ക് n into 10⁻n എന്ന് പറഞ്ഞ ഫോമിൽ എഴുതാൻ പറ്റും. ആ നമ്പർ ചില കേസിൽ നമ്മൾ അഡീഷൻ നടത്തും, ചില കേസിൽ നമ്മൾ സബ്സ്ട്രാക്ഷൻ നടത്തും. ഇനി അഡീഷൻ ആണെന്നുണ്ടെങ്കിൽ ഏത് രൂപത്തിലാണ് വരിക? സബ്ട്രാക്ഷൻ ആണെന്ന് പറഞ്ഞാൽ എന്ത് രൂപത്തിലാണ് വരിക? അതേപോലെയുള്ള മറ്റൊരു ഓപ്പറേഷനാണ് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും. മൾട്ടിപ്ലിക്കേഷനിൽ നമ്പർ പറഞ്ഞ നമ്പർ n into 10⁻n ആണ്. അതിന് പകരം ഞാൻ വേറൊരു ഫോർമാറ്റിൽ എടുക്കുന്നു, a into 10⁻x. മറ്റൊരു നമ്പറാണ് b into 10⁻y. അപ്പോൾ അങ്ങനെ 2 നമ്പേഴ്സ് നമുക്ക് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? a into b into 10⁻x plus y എന്ന് എഴുതും. ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട റൂള് എന്ന് പറയുന്നത്. ഇനി അതേ സമയത്ത് ഡിവിഷൻ ആണെന്നുണ്ടെങ്കിൽ a into 10⁻x ഡിവൈഡഡ് ബൈ b into 10⁻y ആണെങ്കിൽ a/b into 10⁻x minus y എന്ന് എഴുതും. സപ്പോസ് ഞാനൊരു നമ്പർ എടുക്കുന്നു 6 into 10⁻3. അതാണ് ആദ്യത്തെ നമ്പർ. ഈ നമ്പറിന് എനിക്ക് എന്ത് ചെയ്യണം? മറ്റൊരു നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് 2 into 10⁻². അപ്പോൾ ഇവിടെ ഈ ഒരു കേസിൽ ഞാൻ നോക്കുന്ന സമയത്ത് ഈ 6 എന്ന് പറയുന്നതാണ് എൻ്റെ കേസിലെ a, ഈ 3 എന്ന് പറയുന്നതാണ് എൻ്റെ കേസിലെ x, ഈ 2 എന്ന് പറയുന്നതാണ് എൻ്റെ കേസിലെ b, ഈ 2 എന്ന് പറയുന്നതാണ് എൻ്റെ കേസിലെ y അല്ലേ? അപ്പോൾ ഈ ഒരു നമ്പർ നിൽക്കുന്ന a into 10⁻x into b into 10⁻y എന്ന് പറഞ്ഞ ഫോമില. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഇതിൻ്റെ റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ a into b, a എത്രയാ? 6 into b എത്രയാ? 2. 6 into 2, അപ്പോൾ a into b കിട്ടി, into 10⁻x plus y ആണ്. x എത്രയാ? 3, y എത്രയാ? 2. അപ്പോൾ എന്തെന്ന് എഴുതാൻ പറ്റും? 6 into 2 എന്ന് പറഞ്ഞാൽ 12 into 10⁻5 എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ആൻസർ. ഇനി അതേ സമയത്ത് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ സെയിം നമ്പർ ഞാൻ എടുത്തു 6 into 10⁻3 ഡിവൈഡഡ് ബൈ 2 into 10⁻2. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ a into 10⁻x by b into 10⁻y ഫോമിലല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? a/b 6/2 into 10⁻x minus y ആണ്. അപ്പോൾ 10⁻x3 y2. അപ്പോൾ എന്ത് കിട്ടും? 6/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 അല്ലേ? 3 into 10⁻2 എന്ത് വരും? 3 minus 2 എന്ന് പറഞ്ഞാൽ 1. 10⁻1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ആണ്. സോ 30 എന്ന് നമുക്ക് ആൻസർ കിട്ടും. റെഡി? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും നടത്തുക. അപ്പോൾ ഈ 2 ഫോർമുലാസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം. ഡൗട്ട് ഉണ്ടോ? ഇല്ല. ദെൻ ഇനി അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇവിടെ എക്സ്പോണന്റ് സെയിം ആയിരിക്കണം. നമ്പേഴ്സിൻ്റെ എക്സ്പോണന്റ് സെയിം ആയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ. ശ്രദ്ധിച്ചോ,
ഞാൻ നേരത്തെ എടുത്ത അതേ നമ്പർ എടുക്കുന്നു 6 × 10⁻³ ഇതിനെനിക്ക് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ആരുമായിട്ട്? 2 × 10⁻²ആയിട്ട് ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഇവിടെ എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഇവിടെ ശ്രദ്ധിക്കാം. ഇവിടുത്തെ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ? സോറി, ഇവിടുത്തെ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാടാ? ഏത് കളറിൽ എഴുതണം? മഞ്ഞ. ഇവിടുത്തെ നമ്പർ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ 3 ആണ്, ഇവിടെ ഏതാ? 2 ആണ്. ഒന്ന് 3 ആണ്, ഒന്ന് 2 ആണ്. അപ്പോൾ നമ്മൾ സെയിം എക്സ്പോണൻ്റ് ആക്കി എഴുതണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ ചെറിയ നമ്പർ ഏതാണോ അതിലേക്ക് കൊണ്ടുവരിക. അതായത് ഇയാൾ 6 × 10⁻³ എന്ന് പറഞ്ഞത് എനിക്ക് എന്തിലേക്ക് കൊണ്ടുവരണം? 10⁻²ലേക്ക് കൊണ്ടുവരണം. അപ്പം ഞാൻ 6 എന്നുള്ളത് എന്തിൽ എഴുതണം? 60 എന്ന് പറഞ്ഞിട്ട് എഴുതണം. വേണ്ടേ? വേണം. അത് പ്ലസ് 2 × 10⁻². ക്ലിയർ അല്ലേ? അപ്പം ഇതിൽ ഈ ഒരു പവർ കോമൺ ആണ്. അതുകൊണ്ട് ഞാൻ എന്ത് എടുക്കുന്നു? 60 + 2 × 10⁻² എന്ന് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് 62 × 10⁻² എന്ന് എഴുതാൻ പറ്റും. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 6200 ആയിരിക്കും. ഇനി ഇതിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ അവിടെ ചെയ്തു തരാം, കറക്റ്റ് കിട്ടും. 6 × 10⁻³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ 6000 ആണ്. 2 × 10⁻² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2000 ആണ്. 200 ആണ്. 2000 200 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ? 6000 200 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 6200 ആണ് കിട്ടുക. റെഡി? അപ്പോൾ ഇതാണ് ആൻസർ വരിക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. ഇതേപോലെ തന്നെയാണ് നമ്മൾ സബ്ട്രാക്ഷൻ ചെയ്യുന്ന സമയത്തും എന്ത് ചെയ്യുക? വരിക. നമ്പർ ജസ്റ്റ് എന്ത് ചെയ്യുന്നല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നു എന്ന് മാത്രം. മൈനസ് സൈന് വരും. അപ്പോൾ എക്സ്പോണൻ്റ് സെയിം ആക്കുക, എന്നിട്ട് മൈനസ് കൊടുക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.